അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒന്ന് കുറച്ച് വൈകുന്നേരത്തെ വിശേഷങ്ങളായല്ലോ. അപ്പോൾ ഏകദേശം വിളക്കെത്തിക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും തുമ്പിപ്പെണ്ണും കൂടെ ഇതാ വിളക്കെത്തിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആളിതാ വിളക്കെത്തിക്കുന്നതിനിടയിൽ കൂടെ എന്നോടൊന്ന് തെറ്റിയിട്ട് എന്നോട് പിണക്കത്തിൽ അല്ലെ വിളക്കെത്തിക്കുന്ന ആ പലക്കൊക്കെ അവൾ എനിക്ക് കോലയിൽ വെച്ച് തരില്ല. പിന്നെ എന്നോട് തെറ്റിയതിന് ശേഷം അവൾ അതെനിക്ക് വെച്ചൊന്നും തന്നില്ല. അപ്പോൾ ഞാൻ തന്നെ കൊണ്ടുവച്ചു. പിന്നെ ആളെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ട് പൊട്ട് തൊടുന്ന ഭസ്മം തൊട്ട് കൊടുക്കുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഭസ്മം തൊട്ടിട്ടാണ് ആളെ ഒന്ന് ഓക്കെ ആക്കിയത്. അത് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ഓക്കെ ആവും. അങ്ങനെ ഞാൻ ഭസ്മം തൊടുന്ന അവളെ കൈ കൊടുത്തു. അല്ലാതെ പിന്നെ അവൾ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി കൊടുത്തതാണ്. പിന്നെ അതും എടുത്ത് ഓരോ സ്ഥലത്ത് ആക്കുന്ന പരിപാടിയായിരിക്കും. അങ്ങനെ ഇതാ ഭസ്മം കൈ കൊടുത്ത് ആളെയൊക്കെ ഓക്കെ ആക്കി. ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടെ നാമമൊക്കെ ചെല്ലാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ രണ്ടാളും കൂടെ നാമം ചെല്ലുകയാണ്. ഇവളതാ കയ്യിലുള്ള ഭസ്മം ഇനി എൻ്റെ നെറ്റിയിൽ ഇനി ഒരു 100 പൊട്ട് അവൾ തൊട്ട് തരും കേട്ടോ. എപ്പോഴും പൊട്ട് തൊടുന്നതാണ് അവളെ മെയിൻ ഹോബി. ചാന്തു പൊട്ടോ എൻ്റെ പൊട്ടോ എന്തെങ്കിലുമൊക്കെ പൊട്ട് ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കണം. അതാണ് അവളുടെ മെയിൻ ഹോബി. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിക്രസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതാ പൊട്ടൊക്കെ തൊട്ട് ഞാൻ പറയുന്ന ഇടയ്ക്ക് നാമം ചെല്ലാൻ നോക്കുക. അവളും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറയും കേട്ടോ. ഞാൻ പറയുന്ന കേട്ടിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നാമം ചെല്ലൽ പരിപാടികളൊക്കെ ഏകദേശം കഴിയാനായിട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്ന് നാമം ചൊല്ലും. അവളങ്ങനെ അവൾ കച്ചറ ഉണ്ടാക്കാതെ അവിടെ ഇരിക്കും കേട്ടോ. എൻ്റെ കൂടെ ഇരിക്കും. എന്തെങ്കിലുമൊക്കെ സാധനം കയ്യിൽ വേണം, എന്നാലും അങ്ങനെ ഓക്കെ ആയി ഇരിക്കുള്ളൂ. അപ്പോൾ അത് ആ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. അങ്ങനെ ഏട്ടൻ ഏകദേശം ഈ ഒരു സമയം കഴിയുമ്പോഴാണ് ഏകദേശം ഏട്ടൻ വരാനാവാറ്. ഇതും ചില സമയത്ത് ലേറ്റ് ആവാറുണ്ട്. അങ്ങനെ ഏകദേശം ഏട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ ബൈക്കിൻ്റെ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഇവളെയും കൊണ്ട് വേഗം അങ്ങോട്ട് ചെല്ലും. അല്ലെങ്കിൽ ഇവൾ കച്ചറയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വേഗം ചാടി അച്ഛൻ്റെ അടുത്തേക്ക് പോയി. എന്തിനാണെന്നറിയോ, എൻ്റെ കുറച്ച് കുറ്റങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടാണ്. പിന്നെ അച്ഛനും മോളും നമ്മളുടെ കുറച്ച് സ്നേഹപ്രകടനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ